ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഞാനിന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന ഇലയടയുടെ റെസിപ്പിയാണ്. അതിനായി ഞാൻ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒരു 1.5 കപ്പ് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചു. അത് ഉരുകി വന്നു കഴിയുമ്പോൾ നമ്മളൊന്ന് അരിച്ച് മാറ്റുകയാണെങ്കിൽ അതിൻ്റെ വേസ്റ്റ് എല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും. അങ്ങനെ അരിച്ചില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പം കല്ലൊക്കെ ഉണ്ടാവും, പൊടിയൊക്കെ ഉണ്ടാവും, അപ്പോൾ ശർക്കര ക്ലീനായിട്ട് കിട്ടില്ല. അപ്പോൾ ഒന്നങ്ങ് അരിച്ച് മാറ്റിയിട്ട് അതേ പാനിലേക്ക് തന്നെ വീണ്ടും ഞാൻ തിരിച്ചൊഴിച്ച് ഈ ശർക്കര ഉരുക്കിയതിലേക്ക് ഒരു 1.5 കപ്പ് തേങ്ങ കൂടി ചേർത്ത് വെള്ളം വറ്റുന്നത് വരെ നമ്മളിതിനെ വഴറ്റിയെടുക്കണം. അപ്പം ഞാനിതൊരു 7 ഇലയടയ്ക്കുള്ള റെസിപ്പിയാണ് കേട്ടോ പറയണത്, അളവാണ് ഈ പറയണത്. അപ്പോൾ 1.5 കപ്പ് ശർക്കര, 1.5 കപ്പ് തേങ്ങ, അത്രയും ഞാൻ ചേർത്തു. ഇനി ഇതിൻ്റെ വെള്ളം വറ്റി വരുന്നത് വരെ വഴറ്റിയെടുത്തു. ഇത്രയും വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നു കഴിയുമ്പോൾ അതിലേക്ക് ഏലക്കയും ജീരകം കൂടി പൊടിച്ചൊരുമിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ അത് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു. അത്രയും ഇട്ട് അത് നല്ല സ്മെല്ലും നല്ലൊരു ഫ്ലേവറും നമുക്ക് ഈ ഇലയിടയ്ക്ക് തരും. അത് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ട് ഈ വെള്ളം കുറച്ചുകൂടി വറ്റിയതിന് ശേഷം നമ്മൾ ഇലയടയിലേക്ക് ഈ സ്റ്റഫ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഇലയട പൊട്ടിപ്പോയി വെള്ളം ഒഴുകി വരാനൊന്നും ഇടവരില്ല. അപ്പോൾ പണ്ടൊക്കെ എൻ്റെ അമ്മച്ചിയൊക്കെ തേങ്ങയും ഏലക്കയും ശർക്കരയും ജീരകവും എല്ലാം കൊണ്ട് മിക്സ് ചെയ്തിട്ടിട്ട് മാവ് ചൂടുവെള്ളത്തിൽ കുഴച്ച് അത് സ്റ്റഫ് ചെയ്തെടുത്തിട്ടൊക്കെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ഇല പൊട്ടി വെള്ളം ഒലിച്ച് വരില്ല. പിന്നെ ഞാൻ 2 കപ്പ് അരിപ്പൊടി, വറുത്ത അരിപ്പൊടി, പത്തിരിക്കും ഇടിയപ്പത്തിനും ഒക്കെ എടുക്കുന്ന അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പും ഇട്ട് തണുത്ത വെള്ളം തന്നെയാണ് ഒഴിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് ഇടിയപ്പത്തിന് കുഴയ്ക്കുമ്പോൾ ഒന്നും കുഴയ്ക്കണ്ട, സാധാരണ പച്ചവെള്ളം ഒഴിച്ച് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ച് നമ്മൾ കട്ടിയുള്ള ഇഡ്ഡലി മാവ് ഉണ്ടാക്കില്ലേ, ആ ഒരു പാകത്തിൽ കുഴച്ചെടുക്കുക. അപ്പം നമുക്ക് നല്ല ലൂസായിട്ടും വേണം, എന്ന് വെച്ച് വെള്ളം ഒരുപാട് ആയി പോകരുത്. ഇലയിൽ പരത്താൻ പാകത്തിനുള്ള കട്ടിയായിരിക്കുകയും ചെയ്യണം, എന്നാൽ ലൂസ് അധികമായി പോവാത്ത രീതിയിൽ നല്ലതായിട്ട് കുഴച്ചെടുക്കുക. വളരെ സിമ്പിളാണ്, നമ്മൾ കഷ്ടപ്പെട്ട് ചൂടുവെള്ളത്തിൽ തിളച്ച വെള്ളത്തിലൊന്നും ചെയ്യണില്ല. അപ്പോഴത്തേക്കും ഞാൻ കുക്കറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് സ്റ്റീമർ വെച്ചു. എന്നിട്ട് ഞാനിത് ഓണത്തിന് സദ്യക്ക് മേടിച്ച ഇലയാണ്. അപ്പോൾ ആ ഇല ബാക്കി വന്നു, അത് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ ഇലയുടെ ഉണ്ടാക്കുന്നത് തന്നെ. അപ്പം ഞാനത് അതിലേക്ക് ഈ മാവ് പകുതുക്കെ പുരട്ടി കൊടുക്കുകയാണ്. അത് വളരെ നൈസായിട്ട്, എത്രത്തോളം നൈസായിട്ട് പരത്താമോ അത്രത്തോളം നൈസായിട്ട് പരത്തണം. അപ്പോഴാണ് നമുക്ക് നല്ല ജെല്ലി പോലെയുള്ള പുഡിങ് പോലെയുള്ള ഇലയട കിട്ടുകയുള്ളൂ. ഈ മാവ് നമ്മൾ വെക്കുമ്പോഴേ ഇതുപോലെ 4 വശം ചേർത്ത് മാവ് വെക്കാതിരിക്കുന്നതാണ് കേട്ടോ നല്ലത്. ഇച്ചിരിയും കൂടെ ഗ്യാപ്പ് സൈഡുകളിൽ സ്പേസ് കൊടുക്കുന്നതാണ് നല്ലത്. ഇപ്പം ഞാനിവിടെ ഇതിൻ്റെ 4 വശത്തും സ്പേസ് ഇട്ടില്ല. നിങ്ങൾക്ക് സ്പേസ് ഇട്ടുണ്ടാക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. പിന്നെ ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനാണ് നമ്മളും ഈ സ്റ്റഫ് ഫില്ല് ചെയ്യണത്. എന്നിട്ട് നമ്മൾ ഒരു ഫില്ല് ചെയ്യാത്ത വശം ഫില്ല് ചെയ്തതിൻ്റെ മുകളിലേക്ക് അടച്ച് വെക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ ഇത് മടക്കി കൊടുത്തു. എന്നിട്ട് നമ്മളിത് ആവി വന്ന പാത്രത്തിലേക്ക് 1 by 1 ആയിട്ട് പറക്കി വെക്കണം. പക്ഷേ എപ്പോഴും ഒരു 3 എണ്ണം, മാക്സിമം 3 എണ്ണം 4 എണ്ണം വെക്കാവുള്ളൂ. ഇഡ്ഡലി പാത്രത്തിലൊക്കെ ആണെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ വെക്കാൻ തോന്നുന്നു. വീട്ടിലെ അമ്മച്ചിയൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇൻ ബിറ്റ്വീൻ ഒരു കോലൊക്കെ വെച്ചിട്ട് കൂടുതൽ ഇല വെക്കണേ കണ്ടിട്ടുണ്ട്. ഞാനിപ്പം 3 എണ്ണം വീതമാണ് വെച്ച് ഒരു 10 മിനിറ്റ് സ്റ്റീം ചെയ്യുകയാണ്. കുക്കറിൻ്റെ വെയിറ്റ് ഇടരുത് കേട്ടോ, കുക്കറിൻ്റെ വെയിറ്റ് ഇടാതെയാണ് സ്റ്റീം ചെയ്യണത്. ആ സ്റ്റീം കഴിയുമ്പോഴത്തേക്ക് അത് നല്ലപോലെ വെന്ത് കിട്ടും. ഇനി ഓരോന്ന് മാറ്റിയിട്ട് വീണ്ടും ഞാനത് എൻ്റെ കയ്യിലുള്ള അത്രയും ഇല വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേ നമ്മുടെ ഇലയുടെ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. ഞാൻ സ്റ്റവിൽ വെച്ച് തന്നെയാണ് കേട്ടോ ഇത് ഓപ്പൺ ചെയ്ത് നോക്കിയത്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും അത് കഴിച്ചു. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുതേ. താങ്ക്